ഇവനെന്താ വട്ടം ചാടി ചാവാൻ പോകുന്നു? നിന്നെ കൊന്നിട്ട് എനിക്ക് ചാവാൻ ഉദ്ദേശമുള്ളൂ. നിന്നെ ഒറ്റൊരുത്തനെ വിശ്വസിച്ചാ ഞാനിത് ചേർന്നതും മറ്റു പലരെ ചേർത്തതും. ഇപ്പൊ ഒരു മാസമായിട്ട് ചെക്കുമില്ല, ഡിഡിയില്ല. നീ ഇങ്ങനെ നെർവസ് ആയാലോ? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഒക്കെ ശരിയാവും. എപ്പ ശരിയാവനാ? പിറന്നാളിന് കിട്ടേണ്ടത് ചാവടി യന്ത്രത്തിന് കിട്ടിയാൽ മതിയോ? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, നീ ഇത് പറഞ്ഞപ്പം എനിക്കും ഒരു ഉൾഭയം. ഈ നാട്ടുകാര് തല്ലിക്കൊന്ന് നമ്മുടെ ചാവടിയന്തരം പാക്കേജ് ആയിട്ട് നടത്തുവോന്ന്. ശിവരാമകൃഷ്ണ, അതേടാ, നെറ്റിൽ നമ്മുടെ സൈറ്റില്ല. ശിവരാമകൃഷ്ണ, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ പൂപ്പൂ പാപ്പിയെ കാണാൻ ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. ഒരു ധൈര്യത്തിന് വേണ്ടി നീയും കൂടെ വാടാ മുകുന്ദ പ്ലീസ്. ഈ ഞാൻ പൂപ്പൂ പാപ്പി എന്ന് വിളിക്കുന്ന പുത്തൻപുരയിൽ പത്മനാഭുകളാണെങ്കിൽ ഒരുത്തന്റെ ഒരു ചുല്ലി പൈസ പോലും നഷ്ടമാകില്ല. അപ്പൊ നെറ്റിൽ നിന്ന് നമ്മുടെ സൈറ്റ് അപ്രത്യക്ഷമായതോ? അസൂയ വൈറസ് എന്ന് കേട്ടിട്ടുണ്ട്. നെറ്റിൽ അസൂയ കയറിയെന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാ. ഞാൻ പറഞ്ഞത് നെറ്റിലല്ല, റിസർവ് ബാങ്കിനാ. RBIയുടെ പ്രത്യേക സ്ക്വാഡ് നമ്മുടെ ഇൻകത്തിന്റെ സോഴ്സ് ചോദിച്ച് കോടിക്കണക്കിന് രൂപയുള്ള നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതായത് മരവിപ്പിച്ചിരിക്കുന്നു. നാടാകെ പടർന്ന് പന്തരിച്ചിരിക്കല്ലേ നമ്മുടെ പ്രസ്ഥാനം. എങ്ങനെ അസൂയ തോന്നതിരിക്കും? ഞങ്ങളെ വിശ്വസിച്ച് ഭാര്യമാരുടെ കെട്ടുതാലി വരെ വിറ്റ് ഇതിൽ ചേർന്നവരുണ്ട്. അതുങ്ങൾ കെട്ടിത്തൂങ്ങാനിടയാവരുത്. ഒന്നും സംഭവിക്കില്ല മിസ്റ്റർ ശിവരാമകൃഷ്ണൻ. പുതിയൊരു ഓസ്ട്രേലിയൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രോഷർ തരട്ടെ. ആദ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. രണ്ടാഴ്ചയ്ക്കും എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ആകും. നിങ്ങളുടെ ഊർജ്ജസ്വരരായ പ്രവർത്തകർ ചേർത്തുകൊണ്ടേ ഇരിക്കട്ടെ. നിങ്ങളുടെ പോക്കറ്റ് വീർത്തുകൊണ്ടേ ഇരിക്കും. നാട്ടുകാർ ഞങ്ങളെ ഓട്ടിച്ചിട്ട് ചാർത്തിക്കൊണ്ടേയിരിക്കും. ബാത്റൂമിൽ പോയിട്ട് ഒരു തീരുമാനമാകാതെ ഞങ്ങൾ ആരെയും ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. 2 ആഴ്ചക്കകം അടച്ച കാശിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കണം. ബാങ്കിലെ മുക്കുവണ്ട എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സത്യമായിട്ട് തന്റെ കൊടരമണ്ട ഞങ്ങൾ എടുക്കും. ലാർജ് ഇൻഡസ്ട്രി സ്മോൾ ഇൻഡസ്ട്രി. എന്നാലും നിങ്ങൾ എന്റെ അച്ഛനെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞു വിട്ടില്ലേ? അതെന്തിനായിരുന്നു? പറഞ്ഞു വിട്ടെന്നോ? ആരെ? നിന്റെ അച്ഛനെയോ? എപ്പോ? ദേ മൂന്തേട്ടോ, എന്നോട് ഈ പൊട്ടം കളിക്കല്ലേ. ഒരു ആശ്വാസത്തിന് ആ പാവം ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പിച്ചക്കാരനെ പോലെ വഴിയിൽ നിർത്തി പറഞ്ഞു വിട്ടിരിക്കുന്നു. എന്താ ഉത്തരയില്ലാത്ത? ഞാൻ ഉത്തരം പറഞ്ഞാലേ എല്ലാരും ഉത്തരത്തിൽ കെട്ടി ചാകേണ്ടി വരും. ഏത് നേരത്താ എനിക്ക് ബുദ്ധി തോന്നിയത്? മാസാദ്യം കടക്കാരനെ പറ്റുകാരനെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനാ ഹെൽമെറ്റ് വെക്കാറ്. ഇനിയിപ്പോ ഒരാഴ്ച മുഴുവൻ ഹെൽമെറ്റ് വെച്ച് ജീവിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നു. എന്തുണ്ടായേ? കമ്പനി പൊട്ടിയോന്നൊരു സംശയം. നീ തളരണ്ട, ഇത് എന്റെ മാത്രം ഒരു സംശയമാ. 2 അറിയാം. തൽക്കാലം കോളനിയിൽ ആരും അറിയണ്ട. ബുദ്ധിപൂർവ്വം കുറച്ചു കാലം ഒന്ന് പിടിച്ചു വെക്കണ്ടേ? തങ്കം, എന്തെങ്കിലും പറഞ്ഞാ പിന്നെ ഇതാ കുഴപ്പം. മോള് പേടിക്കണ്ട, ബോധം വരുമ്പോ എഴുന്നേറ്റുള്ളൂ. അത്രയെങ്കിലും എനിക്ക് സ്വസ്ഥത കിട്ടുമല്ലോ. പിന്നെ മോള് അമ്മയെ നോക്കിക്കോ. അച്ഛനിപ്പോ വരാ. അമ്മേ അമ്മേ അതെ, മൂന്നസാറിന്റെ ഭാര്യയുടെ ബോധം പോയി. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? അത് പതിവുള്ളതാ. ചികിത്സ വേണ്ട, സമയമാകുമ്പോ എഴുന്നേറ്റുള്ളൂ. എഴുന്നേറ്റല്ല കുഴപ്പം, ഭാര്യയ്ക്ക് ബോധം വരരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കേ മൂന്നസാറ്. ഞാനെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. അത് വേണ്ടായിരുന്നു. അവള് കാരണമാ കാഷ് റോളിംഗ് നടന്നത്. അതാ ഇപ്പൊ പാരയായത്. നീ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? നീ വീട് വരെ വരണം. അവക്ക് ബോധം വരേണ്ട സമയമായി. ബോധം തെളിയുമ്പോ നീ അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അവള് വീട് വിട്ടിറങ്ങി പോവും. അതാ പതിവ്. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാ. ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ല. ഒന്നാമത് നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ്. ഭാര്യ വഴി കാശുണ്ടാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. എടാ, നമ്മൾ ആണുങ്ങളാണ്, സ്വന്തം കാശെടുത്ത് വേണം കളിക്കാൻ. അതാണ് അതിന്റെ അന്തസ്സ്. എടാ, എന്റെ സാഹചര്യം നിനക്കറിയാലോ. അറിയാം എന്ന് കരുതി പാവം ഭാര്യയെ വേദനിപ്പിച്ചിട്ട് വേണോ നിനക്ക് കോടീശ്വരനാവാൻ? അല്ല സാറല്ലേ, അല്ല 2 ആഴ്ചക്കകം എല്ലാം ശരിയാവുന്ന പൂപ്പൂ പാപ്പി വാക്ക് തന്നല്ലേ. ശിവരാമകൃഷ്ണൻ സാറാ ഒന്ന് പറഞ്ഞേച്ചാ മതി. എടാ തിരുമണ്ട, വാക്കും ചാക്കും കാശിന് പകരമാവില്ലല്ലോ. ശിവരാമകൃഷ്ണ, എന്നെ കൈവഴിയരുത്. എന്റെ ഭാര്യ എന്നെ വിട്ടേച്ചു പോയ. സ്വന്തം ഭാര്യയുടെ കണ്ണുനീരിൽ കുതിർന്ന നോട്ടുകെട്ടുകളായിരുന്നു നീ ഇതിൽ ഇറക്കിയിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വൃത്തികെട്ടവൻ. പപ്പി എന്താ ഇങ്ങനെ നോക്കുന്നത്? ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസാ. എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ ലോൺ എടുത്തോ? അത് പിന്നെ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാണല്ലോ തെക്കേലെ വാസു ലോൺ എടുത്തത്. ആക്സിഡന്റിൽ അവൻ മരിച്ചപ്പോ ആ അടവ് എന്റെ തലയിലായി. പിന്നെ ചെറിയൊരു റോളിങ്ങിന് വേണ്ടി ഇതേ ഒരു പോംവഴി കണ്ടുള്ളൂ. താലി
കെട്ടിയ സ്വന്തം ഭാര്യയാണ് നിങ്ങൾ ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രോഡാണ് നിങ്ങൾ. ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് ഉറപ്പ് തോന്നുക. അങ്ങനെയൊന്നും പറയരുത്. അത് ഞാൻ പെട്ടെന്ന് തിരിച്ചടച്ചോളാം. പണത്തിന് വേണ്ടി എന്നെ കൊല്ലാൻ പോലും നിങ്ങൾ മടിക്കില്ല. പേടിയാവുന്നു നിങ്ങൾ എനിക്ക്. ആഹാ, അത് ശരി. നിങ്ങൾ പോയില്ലായിരുന്നോ? സ്വന്തം ഭാര്യയുടെ കാശ് മറിച്ചായിരുന്നു ഈ കത്തിക്കലൊക്കെ അല്ലേ? വൃത്തികെട്ടവൻ. ഒരേ തൂവൽ പക്ഷികൾ. ഓടാ. ഇത്ര പെട്ടെന്ന് പാക്ക് ചെയ്തു. പപ്പി, എന്താ ഇത്? ആരെങ്കിലും കണ്ടാ മോശമല്ലേ? നീ വന്നേ, ചെയ്ത തെറ്റിന് മാപ്പ്. നിന്റെ ശിവേട്ടല്ലേ പറയുന്നത്? വേണ്ട, തടയരുതെന്നെ. സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചോളാം. മടുത്തു, ഇനി വയ്യ. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. പപ്പി, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു, പന്തെറിഞ്ഞ പോലെ പോയ അതേ സ്പീഡിൽ തന്നെ നീ തിരിച്ചു വരുമെന്ന്. വന്നാട്ടെ. ഈ ശിവേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം കഴിയാൻ എന്റെ പപ്പിക്കുട്ടിക്ക് പറ്റുമോ? മതി മതി. അല്ലേലും ഈ നാവാണല്ലോ ആയുധം. ആട്ടെ, വല്ലത് കഴിച്ചോ? എവിടുന്ന്? സ്വന്തമായിട്ടൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. വരണ്ടാന്ന് വെച്ചതാ, പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല. അതെനിക്കറിയാമല്ലോ. കുറ്റപ്പെടുത്താനും വഴക്കിടാനും ഈ ഞാൻ അടുത്തില്ലെങ്കിൽ നിനക്ക് ഭയങ്കര ബോറടിയല്ലേ? പിന്നെ ആ ലോൺ എമൗണ്ടിന്റെ കാര്യമല്ലേ, അത് നീ പേടിക്കണ്ട. എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്കി അത് ഞാൻ അടച്ചിരിക്കും. പോരെ? ദേ, ചായ കുടിച്ചേ. ചൂടുള്ള ചായ കുടിക്കുന്നതിന് മുമ്പ് ചൂടുള്ള ഒരു ചുംബനം തരൂ. കുറച്ചു ദിവസം ആയില്ലേ? വേണ്ട വേണ്ട. ഒരെണ്ണം താ. ഒരെണ്ണം താ. ഒരെണ്ണം താ. ഒരെണ്ണം താ. ഞങ്ങൾക്കിടെ നീ എങ്ങനെ വന്ന്? ഭാര്യയില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് കൂട്ടെടുത്ത് ഇതിനായിരുന്നു സാറേ. പല്ല് പോലും തേക്കാതെ. ഇപ്പൊ എന്റെ മാനം പോയേനെ. ഞാനാ ടൈപ്പൊന്നുമല്ല. എടാ, ഞാനൊരു ദിവാസ്വപ്നം കണ്ടതാ. ദിവ്യ സ്വപ്നം കണ്ടാൻ എന്നെ പിടിച്ചു ഉമ്മാവും ചെല്ലത്തിനാ. ഉള്ള ചാരായോ എല്ലാം കൂടെ വലിച്ചു കയറ്റി. അയ്യേ, കാലത്തെ കണ്ട സ്വപ്നം ഭരിക്കുന്ന ഇതവളാ എന്റെ പപ്പിക്കുട്ടി. കുപ്പിക്കുട്ടി. പപ്പിക്കുട്ടിയുടെ ബെല്ലെന്ന വല്ല പ്രത്യേകതയാണ്. വല്ല മസാലപ്പൊടിയും വിൽക്കാൻ വന്ന കുടുംബശ്രീക്കാരെ മറ്റോ ആയിരിക്കും. പപ്പി നിങ്ങൾ വന്നങ്ങ് ചേർത്തിട്ട് പോയി. രാത്രിയിൽ എവള് കിടന്ന് ഉറക്കപ്പിച്ച് പറയാന്നേ, എന്റെ അടിയിൽ ആളില്ല, എന്റെ അടിയിൽ ആളില്ലാന്ന്. മനുഷ്യന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നേ. മലേഷ്യക്ക് പറക്കാനുള്ള ടിക്കറ്റ് എന്നാണാവോ കിട്ടുക? ഈ മുകുന്ദൻ മുകുന്ദനെ പോയി കണ്ടു. ഇവിടെ ചോദിക്കാനാ പറഞ്ഞതേ. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തുവാ? എല്ലാം പോയി. പോയോ? അല്ല, ഈ പോയി എന്ന് പറഞ്ഞതേ എന്റെ ഭാര്യ പിണങ്ങിപ്പോയി. അക്കാര്യം പറഞ്ഞതാ, അറിഞ്ഞില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞു. ചട്ടിക്കലൊക്കെ ആകുമ്പോ തട്ടിയും മുട്ടിയും നോക്കിയിരിക്കും അല്ലേ? അയ്യോ, അതിന് ഇവിടത്തെ അടുക്കളയിൽ മുഴുവൻ സ്റ്റീൽ പാത്രങ്ങളാ അല്ല സാറേ. ആ, നിങ്ങളെ ഞാൻ നേരിട്ട് കാണാനിരിക്കായിരുന്നു. ഇന്നലെ കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. മിക്കവാറും ഒരു മാസത്തിനകം മലേഷ്യൻ ട്രിപ്പിന്റെ കാര്യം അറിയാൻ പറ്റും. അയ്യോ, നിനക്ക് സമാധാനമായല്ല. നോക്കണം, എന്നാലും ഇവളെ എനിക്ക് കിടക്കപ്പൊരു തരൂലെന്നേ. ആശ്വാസമായി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് അറിയിക്കോട്ടെ. ചേട്ടാ, പിന്നെ വെറുതെ ഇരിക്കുമ്പോ മലേഷ്യൻ ഭാഷ കൂടി പഠിച്ചോ. അവിടെ ചെല്ലുമ്പോ പർച്ചേസിനൊക്കെ ഉപകരിക്കും. അതെങ്ങനെ? മലയാളം മലൈ പുസ്തകം കിട്ടും. സന്തോഷമായല്ലോ. സന്തോഷമായി. നമുക്ക് ഇറങ്ങാം. നല്ല ചേർച്ച അല്ലേ? ചക്കയും ചക്കക്കുരും പോലെ ഇരിക്കുന്നു അല്ലേ സാറേ? പിന്നൊരു കാര്യം, എല്ലാം വിളിച്ചു കൂവി നാട്ടുകാരെ കൂടെ അറിയിപ്പിക്കരുത്. പുറത്തെങ്ങും കാണുന്നില്ലല്ലോ. ഇത് ഇവളെവിടെ പോയി? പാവം, അവിടെ അവനൊന്നും കഴിച്ചു കാണൂല. പഠിക്കട്ടെ.
എന്നാലേ നന്നാവുള്ളൂ. എന്ത് തെറ്റെയ്താലും പോട്ടേന്ന് കരുതി ക്ഷമിച്ചതാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. മരുമോന് ചൂതാട്ടവും വെള്ളോടിയൊന്നും ഇല്ലെന്ന് അഭിമാനിച്ചവനാ ഞാൻ. പക്ഷെ ചെന്നുപെട്ടതോ അതിലും വലിയ ലഹരിയിൽ. സാറേ വല്ലതും തരണേ. പിച്ചാണ്ടൽ ഇപ്പൊ പാർട്ട്ണർഷിപ്പിലായോടാ? പിന്നെ ഇവനെന്റെ അളിയനാ, വിടുക്കനാ. ഞാൻ പൊങ്കലിൽ നാട്ടിൽ പോവാ. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അതുവരെ ലൈനൊന്ന് പരിചയപ്പെടുത്താനാ. ഒന്നുമില്ല, പോയേ പോ. രാവിലെ തന്നെ വന്നോളൂ. പണക്കാർക്കിടയിലും പിച്ചക്കാരുണ്ട്. ഒരു നശിച്ച ദിവസമാണോ നീ ജനിച്ചത്?